ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 അവസാനം റിലീസായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ക്രൈം ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് വിധി. ഈ ഒരു കഥയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറാണ്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തേരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള സൂര്യയെ പോലീസ് കെട്ടിത്തൂക്കിയിട്ട് അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് നീ സത്യം പറഞ്ഞോ, എന്തിനാ അവനെ കൊന്നുകളഞ്ഞേ? എന്നാല് സൂര്യ പറയുന്നുണ്ട്, സാറ് ഇതെന്താ പറയുന്നേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. അവൻ എങ്ങനെയാ മരണപ്പെട്ടെന്ന് എനിക്കറിയില്ല സാറേ. എന്നാല് ഉള്ളില് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വല്ലാതെ ടെൻഷനായിട്ട് പുറത്ത് നമ്മുടെ നായികയായ സുധ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്തിനാണിപ്പോ ഹീറോ സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഉപദ്രവിക്കുന്നത്, ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അങ്ങനെ കുറച്ച് നാള് മുൻപ് തന്റെ ഗ്രാമത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ജോലി തേടിയിട്ടാണ് സൂര്യ വരുന്നത്. അങ്ങനെ അവിടെ എത്തിയ ഉടൻ തന്നെ അമ്മയെ വിളിച്ചു പറയുന്നുണ്ട്, അമ്മേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ ഞാനില്ലാന്ന് കരുതിയിട്ട് ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കരുത്, ഹെൽത്ത് അത് നല്ലോണം നോക്കണേ. അപ്പൊ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്റെ അനിയത്തിയുടെ മോളില് സുധ, അവളും അതേ നാട്ടിൽ തന്നെ പഠിക്കുന്നത്. നീ ഇപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ഓൾറെഡി ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ടൈം കിട്ടുമ്പോൾ അവള് വന്ന് കണ്ടോളും. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവളോട് ചോദിച്ചാൽ മതി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സൂര്യക്ക് ഓൾറെഡി ഒരു റൂം സെറ്റായി കൊടുത്തിട്ടുണ്ട്. അവിടെ കിടന്ന് നല്ല ഉറക്കാണ്. അപ്പോൾ ദേഷ്യത്തിൽ സുധ വന്നിട്ട് അവന്റെ മേത്ത് വെള്ളം ഒഴിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ച് പറയുന്നുണ്ട്, പൊന്നുമോനെ സൂര്യ, നീ ഇങ്ങോട്ട് വന്നതേ ഇവിടെ കടന്നുറങ്ങാനല്ല. ഓൾറെഡി നാട്ടില് ഗ്രാമത്തില് അമ്മയുടെ പേരിൽ കുറെ കടയുണ്ട്, അതൊക്കെ വീട്ടണ്ടേ. ഇന്നലെ നീ ഇവിടെ എത്തിയിട്ട് ഇന്ന് രാവിലെ അമ്മ ഒന്ന് വിളിച്ചിരുന്നോ? എത്ര നേരം അമ്മ വിളിക്കുന്നു? അപ്പൊ അവൻ പറയുന്നുണ്ട്, അതിന് എന്റെ ഫോണ് സൈലന്റാ. ഓ അങ്ങനെയാ? ഫോണ് സ്വന്തം ഇടക്ക് സൈലന്റിൽ പോയി കടന്നിട്ട് തിരിച്ചു വരുന്നായിരിക്കും അല്ലേ? നിന്റെ അല്ലേ ഫോണ്? നിനക്ക് ജോലി വല്ലതും ആയിട്ടുണ്ടോ? അപ്പോ സൂര്യ പറയുന്നുണ്ട്, ഇവിടെ കുറച്ചപ്പുറത്ത് ഏതൊരു വീരയെന്ന് പറയുന്ന ഒരു മുതലാളിയുണ്ട്, അയാളുടെ കടയിൽ ചാക്കയേറ്റാനുള്ള ജോലി കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ സുധ പറയുന്നുണ്ട്, എന്തായാലും ശ്രദ്ധിച്ച് പോയിട്ട് വാ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അതേ റൂമിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു റൂമിൽ 4 ഫ്രണ്ട്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് വന്ന മനോജ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജോലി കിട്ടുന്ന ഉറപ്പുണ്ടോ? അപ്പൊ ഹീറോ, രാജു പറഞ്ഞത് ഏകദേശം റെഡി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു വീരയയില്ലേ അങ്ങേരുടെ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ളത് വീരയുടെ അനിയനായിട്ടുള്ള ശേഖറാണ്. അതായത് ഇങ്ങേര് തന്നെയാണ് തന്റെ ഏട്ടന്റെ ഈ ഒരു റൈസ് മില്ല് നോക്കി നടത്തുന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, രാജുവല്ലേ അങ്ങേര് പറഞ്ഞിട്ട് വന്നതാ. അപ്പോൾ ശേഖരും, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു 200 ചാക്ക് ഏറ്റേണ്ടി വരും, അങ്ങനെ 200 ചാക്ക് ഏറ്റിയാല് 500 രൂപ കൂലിയും കിട്ടും. അപ്പൊ ഹീറോ, അത് മതി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശേഖരനെ ചായയുമായിട്ട് ഒരാൾ വരുന്നത്. എന്നാൽ അറിയാതെ ചായ മറിഞ്ഞു പോവാണ്. അപ്പോൾ ദേഷ്യത്തില് ശേഖർ പറയുന്നുണ്ട്, ഈ പേനയിലാണോ താനാ ചായ ഒഴിച്ചേ? ഇതിന്റെ വില എത്രയാണെന്നറിയോ? 10,000 മേലെ വരും. അങ്ങനെ കണ്ണു പൊട്ടുന്ന ചീത്തയാളെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയക്കാണ്. എന്നാൽ ആ ഒരു പെന്നിന്റെ വില കേട്ടിട്ട് ആ ഒരു പെണ്ണ് തന്നെ നമ്മുടെ ഹീറോ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ശേഖർ, എന്താ മോനെ ഇവിടെ നോക്കുന്നതിന് നോക്കൂലൊന്നുമില്ല, പോയി പണിയെടുക്കാൻ നോക്ക്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ വീരയല്ലേ അങ്ങേര് വരുമ്പോ ഹീറോയുടെ ഫ്രണ്ട് രാജു പറയുന്നുണ്ട്, സാറേ നിങ്ങളെ MLA കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങേര് ഉള്ളിലേക്ക് കയറി പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോനായിട്ടുള്ള സുധയില്ലേ, അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല സുധ, ഇന്ന് നീ ഒരു പയ്യനെ കാണാൻ പോയില്ലേ? ആ പയ്യനേതാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിന്റെ ബോയ് ഫ്രണ്ടാ അല്ലേ? അപ്പോൾ സുധ പറയുന്നുണ്ട്, അവനെന്റെ ബോയ് ഫ്രണ്ടൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാ, എൻ്റെ മാമൻ. എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ്, അതുപോലെ അവനും ചെറുപ്പം മുതലേ എന്നെ ഇഷ്ടമാണ്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പറഞ്ഞിട്ടേ ഇല്ല. അതേ സമയത്ത് ആ ഒരു ഫാക്ടറിയിൽ നമ്മുടെ ഹീറോ ചാക്ക് എടുത്തിട്ട് പോകുമ്പോൾ കയ്യിൽ നിന്ന് ആ ചാക്ക് സ്ലിപ്പായിട്ട് ഒരു പെൺകുട്ടിയുടെ കാലിൽ വീഴാണ്. ആ ഒരു പെണ്ണാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. അതിൽ ദേഷ്യം വന്നിട്ട് ശേഖർ നമ്മുടെ ഹീറോയെ മുഖത്തടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൂര്യയുടേത് ഒരു കുട്ടിയുടെ പോലത്തെ മനസ്സാണ്. അവൻ അപ്പം തന്നെ അവിടെ നോടി വന്നിട്ട് സുധയോട് പറയുന്നുണ്ട്, സുധ, ഇനി ഞാൻ ഒരിക്കലും ആ ഒരു റൈസ് മില്ലിലേക്ക് പോവില്ല. അറിയാതെ എന്റെ കാലിൽ നിന്ന് ചാക്കൊന്ന് വീണുപോയതിന് അയാളെന്നെ തല്ലിയില്ലേ? അപ്പോൾ സുധ പറയുന്നുണ്ട്, അതാ ശേഖരന്റെ ഭാര്യയുടെ കാലിൽ വീണിട്ടല്ലേ? ജോലി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്ക്, മുതലാളിമാർക്ക് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാല് അവര് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുക. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും, അതൊക്കെ ഓർത്തിരുന്നാല് നമ്മുടെ കാര്യങ്ങൾ നടക്കോ. അങ്ങനെ സൂര്യ അവളൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിലെ ആ ഒരു റൈസ് മില്ലിന്റെ ഓണറില്ലേ വീരയ്യ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല ശേഖരെ, ശരിക്കും എന്താ പറ്റിയേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ ഭാര്യ ലക്ഷ്മിയില്ലേ, അവളുടെ കാലില് പുതുതായിട്ട് ജോലിക്ക് വന്ന ആ ഒരു പയ്യൻ സൂര്യ അവനൊരു ചാക്ക് തള്ളിയിട്ടു. എന്നാൽ നമ്മുടെ സൂര്യയുടെ ഫ്രണ്ട് രാജു അല്ലേ അങ്ങേര് പതിയെ വീരയോട് പറയുന്നുണ്ട്, സൂര്യ അവൻ അറിയാതെ അവന്റെ ഭാഗത്ത് ചെറിയ തെറ്റ് പറ്റിയതാ, അവൻ ആദ്യമായിട്ടല്ലേ ഈ ജോലി ചെയ്യുന്നേ, ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ? അപ്പോ വീരയെ പറയുന്നുണ്ട്,
ഇനി അവനോട് നോക്കി ചെയ്യാൻ പറ. എന്തായാലും നീ പോയിട്ട് അവനെ വിളിച്ചിട്ട് വാ. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ സുധ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മാനേജറിലെ അങ്ങേര് കൊണ്ടുവന്ന ഫുഡ് തുറന്നിട്ട് അതിന്റെ സ്വാദ് വലിച്ചു കയറ്റുന്നുണ്ട്. അപ്പോഴാണ് സുധ ചിന്തിക്കുന്നത്, ഓൾറെഡി നമ്മുടെ ഹീറോ സൂര്യ നല്ല ടെൻഷനിലായിരുന്നില്ലേ, അപ്പോൾ അവനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഒരു ലീവും ചോദിച്ചിട്ട് ഇന്നൊന്ന് പുറത്തേക്ക് പോകുന്ന കരുതിയിട്ട് നമ്മുടെ മാനേജറോട് ലീവ് ചോദിക്കാൻ പോവാണ്. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ തന്നെ മുകളിൽ നിന്ന് ഒരു കോയിൻ നിലത്ത് വീഴാണ്. സുധയാണെങ്കിൽ ആ ഒരു കോയിൻ എടുത്തിട്ട് ടേബിളിന്റെ മേലെ വെക്കാൻ നോക്കുമ്പോൾ മാനേജറിലെ അങ്ങനെ ഏന്തി നോക്കുന്നുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതായത് മാനേജർ നല്ല കൊടൂര കാമനാണ്. സുധ മാനേജറോട് ഒരു അര ദിവസം ഇന്ന് ലീവ് കിട്ടിയാല് കുറച്ച് അർജന്റായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, അതിനെന്താ നിനക്ക് ലീവ് വന്നില്ല പിന്നെ ആർക്കാ ലീവ് വരിക? ഇനി നിനക്ക് പൈസക്ക് ആവശ്യമുണ്ടോ? എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ധൈര്യമായിട്ട് ചോദിച്ചോ. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് കാണണ്ട, ഒരു ഫാമിലി ആയിട്ട് ഇന്ന് കണ്ടാൽ മതി. അങ്ങനെ സുധ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, നീ ആ ഗായത്രിയില്ലേ അവളോടൊന്ന് വരാൻ പറ. ആയിക്കോട്ടെന്ന് പറഞ്ഞ് സുധ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് മാനേജർ ആ ഒരു കോയിനില്ലേ അത് വീണ്ടും ആ ഒരു ഡോറിന്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണ്. അതായത് ഗായത്രി വരുമ്പോൾ ആ ഒരു കോയിന് നിലത്ത് വീഴും. ആ ഒരു പൈസ എടുത്തു കൊടുക്കുമ്പോൾ മാനേജറിന് ഏന്തി നോക്കാനാണ്. അങ്ങനെ നമ്മുടെ സുധ നേരെ പോകുന്നത് സൂര്യയുടെ അടുത്താണ്. സൂര്യ ആണെങ്കിൽ നല്ല ടെൻഷനിലല്ലേ. ഇന്ന് എനിക്ക് ഹാഫ് ഡേ ലീവാണ്. ഹൈദരാബാദിൽ വന്നിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ടൗൺ മൊത്തം ചുറ്റിക്കളയാം. അങ്ങനെ അന്നത്തെ ദിവസം അവർ രണ്ടുപേരും എല്ലാ ടെൻഷനും മറന്ന് ഹാപ്പി ആയിട്ട് ആ ഒരു സിറ്റി മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. അങ്ങനെ അന്നത്തെ ദിവസം നൈറ്റ് ആയപ്പോ നമ്മുടെ സുധ അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് വല്ലാതെ വയറ് വേദന എടുക്കുന്നത്. നമ്മുടെ സൂര്യ ആണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം സുധയെ കൊണ്ടുപോവാണ്. എന്നാൽ ചെക്കപ്പ് ചെയ്ത ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, സുധയുടെ 2 കിഡ്നിയും വീക്കാണ്. ഉടനെ തന്നെ ഒരു കിഡ്നിയെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ ലൈഫ് തിരിച്ചു പിടിക്കുക അത് റിസ്ക് ആണ്. ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക, ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ കിഡ്നി ഫെയിലർ ആവുന്ന സിറ്റുവേഷൻ വരുമ്പോൾ കിഡ്നി ഡോണേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പേര് ആഡ് ചെയ്യുകയാണെങ്കിൽ സുധയുടെ ഇതൊരു 3ാമത്തെ പേരായിരിക്കും. അപ്പോൾ അധികം വൈകാതെ തന്നെ ഡോണർ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ, ഇപ്പോൾ അവൾക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എത്ര പൈസ കണ്ടെത്തേണ്ടി വരും? ആദ്യം നമുക്കൊരു ഡോണർ കിട്ടണം. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുക ഡയാലിസിസ് ചെയ്തിട്ട് കിഡ്നിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. അതിന് മാസം ഒരു 5000 രൂപ ചെലവാക്കേണ്ടി വരും. പിന്നെ അതിനുള്ളിൽ കിഡ്നി ഡോണർ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് അതിന് ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം വരും. അത് കേട്ടപ്പോൾ നമ്മുടെ സൂര്യ ആണെങ്കിൽ ആകെ ടെൻഷനായി പോവാണ്. 6 ലക്ഷം പോയിട്ട് 600 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയല്ലേ. അങ്ങനെ തൽക്കാലം സുധയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം അവളെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയിക്കാതെ മരുന്ന് വാങ്ങിയിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ ടെൻഷനിൽ നമ്മുടെ സൂര്യ തന്റെ റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ രാജു ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യ, നീ എന്താ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയെ? നിനക്കെന്താ ശേഖരേട്ടനോട് ദേഷ്യം വന്നോ? അപ്പൊ സൂര്യ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ചാക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി വീണുപോയതാ. എന്നാൽ ശേഖരേട്ടനാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് കണ്ടിട്ടില്ല. എന്നാൽ എന്താ സംഭവിച്ചത് എന്നോട് ചോദിക്കെങ്കിലും വേണ്ടേ? അതുപോലും ചെയ്യാതെ അങ്ങേര് വല്ലാതെ എന്നെ ഉപദ്രവിച്ചില്ലേ. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതാ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയെ. അപ്പോൾ രാജു പറയുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. അതും ഉള്ളിൽ വെച്ചിട്ട് ജോലിക്ക് പോകാതിരുന്നാൽ കാര്യങ്ങൾ നടക്കണ്ടേ. നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ഓണർ വീരയില്ലേ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് നല്ലൊരു മനുഷ്യനാ, മനസ്സിന് നല്ല ഇറക്കമുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ നീ ജോലിക്ക് പോകില്ലേ. അപ്പോൾ അവരുടെ കൂടെ റൂമിൽ സ്റ്റേ ചെയ്യുന്ന ചിൻറ്റു എന്ന ഒരുത്തനുണ്ട്. അവൻ പറയുന്നുണ്ട്, രാജു നിനക്ക് പ്രാന്താ. നീ എന്താ പറഞ്ഞ് വീരയ്യ അങ്ങേര് നല്ല മനുഷ്യനാ, ഭയങ്കര മഹാനാന്നാ? അയാൾക്ക് നിങ്ങളല്ലാതെ വേറെ ജോലിക്ക് ആളെ കിട്ടാതെയൊന്നുമല്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ കുറഞ്ഞ പൈസക്ക് വേറെ ആരും അയാൾക്ക് ജോലി ചെയ്തു കൊടുക്കില്ല. അതുമാത്രമല്ല, ഇപ്പോൾ സൂര്യയെ അയാളുടെ അനിയൻ കൈവച്ചില്ലേ, അതുപോലെ ആര് കൈവച്ചാലും 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വാലാട്ടിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് അയാൾക്ക് നല്ലോണം അറിയാം. എന്നാൽ തന്റെ ഓണറെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് രാജുവിന് കേട്ടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദമാണ്. ദേഷ്യത്തിൽ രാജുവോട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഹീറോ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ലേട്ടാ രാജു, അങ്ങേര് പാവല്ലേ, അങ്ങേര് എന്റെ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ആ ഒരു ഓണർ വീരയോട് റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നീ തൽക്കാലം വേറെ ആർക്കും വേണ്ടിയിട്ട് എന്നോട് വക്കാലത്തിന് വരണ്ട. അപ്പോഴാണ് ഹീറോയുടെ പോക്കറ്റിൽ ഒരു പെണ്ണ് കാണുന്നത്. ആ ഒരു പെണ്ണ് എടുത്തിട്ട്, എഴുതാൻ അറിയാത്ത നിനക്ക് എന്തിനാടാ പേന? അങ്ങനെ ആ ഒരു പെണ്ണ് എടുത്തിട്ട് ചിൻറ്റു എന്തോന്ന് എഴുതുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ലേട്ടാ ഈ ഒരു പേന ഞാൻ എഴുതാനല്ല, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാ. ഒരു 30,000-40,000 കിട്ടുമായിരിക്കൂലേ. അത് കേട്ടപ്പോൾ ചിൻറ്റുവിന് മരണ കോമഡി തോന്നിയിട്ട്, അല്ല പൊന്നുമോനെ, പേനക്ക് 30,000, ആ ഒരു ചാക്ക് നിന്റെ തലയിലെ വീണ്. അങ്ങനെ ഹീറോയെ വാരിയിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു പേന ഏതാന്ന് മനസ്സിലായോ? നമ്മുടെ വീരയുടെ അനിയനില്ലേ ശേഖർ, അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. നമ്മുടെ ഹീറോ നൈസായിട്ട് അടിച്ചു മാറ്റി കൊണ്ടതാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലി തീർന്ന ശേഷം ശമ്പളം വാങ്ങാനായിട്ട് നമ്മുടെ ശേഖറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശേഖരനാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഹീറോയെ കുറിച്ചും ഹീറോയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ
നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ ഒരു ശേഖറിന്റെ ഏട്ടൻ വീരയില്ലേ, ഇവരും നമ്മുടെ ഹീറോയുടെ അതേ ഗ്രാമത്തിൽ നിന്നാണ് ഹൈദരാബാദ് സിറ്റിയിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ശേഖർ ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യ, നാട്ടില് നിനക്കൊരു ഫാമില്ലേ, ഇപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്ന്? അതിനെക്കുറിച്ച് ഒന്നും പറയാത്തന്നല്ലേ? അച്ഛന്റെ ഫാമായിരുന്നു, നടത്തിപ്പിനായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറെ കടം വാങ്ങിയിട്ട് അതൊന്നും തിരിച്ച് മര്യാദ കടക്കാൻ പറ്റാതെ ഇപ്പൊ അത് പണയത്തിലായ അവസ്ഥയാണ്. അപ്പോ ശേഖർ പറയുന്നുണ്ട്, അമ്മ നാട്ടിൽ ഒറ്റയ്ക്കല്ലേ, നോക്കി നടത്താൻ ഫാമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, അമ്മയും കൂട്ടിട്ട് അമ്മക്ക് ഞാൻ ജോലി കൊടുത്തോളാം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാനൊന്ന് അമ്മയോട് സംസാരിച്ച് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ. അപ്പോഴാണ് നമ്മുടെ സൂര്യയുടെ ഫ്രണ്ട് രാജു ഓടി വന്ന് പറയുന്നത്, എടാ നമ്മുടെ ഫ്രണ്ട് ചിൻഡുല്ലേ, അവൻ നമ്മൾ വിട്ടുപോയടാ. അപ്പൊ സൂര്യ, അല്ല എന്താ ശരിക്കും പറ്റിയേ? അപ്പൊ രാജു, അറിയില്ല, നീ എൻ്റെ കൂടെ വാ, നമുക്ക് മോർച്ചറിയിലേക്ക് പോയി നോക്കാം. അങ്ങനെ ഹീറോയും കൂട്ടിയിട്ട് അവര് നേരെ മോർച്ചറിയിലേക്ക് പോവാണ്. അപ്പോൾ ഓൾറെഡി രാജു പറഞ്ഞ പോലെ ചിൻഡു അങ്ങേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. രാജുവിനെയും സൂര്യയും കണ്ടപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരാ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്നാൽ അവര് ഷോക്കായി നിൽക്കുകയല്ലേ, മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ കോൺസ്റ്റബിൾ ദേഷ്യം വന്നിട്ട്, നിന്നോട് ചോദിച്ചാൽ നിനക്ക് മറുപടി പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ തല്ലാൻ വരുമ്പോ മറ്റൊരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അവന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നുണ്ട്, അവന്റെ ഫേസ് കണ്ടിട്ട് നിനക്ക് അവൻ അടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? കുറച്ചൊരു മനുഷ്യത്വം കാടടോ. എന്നിട്ട് ആ ഒരു കോൺസ്റ്റബിൾ നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നിന്റെ പേരെന്താ? അപ്പൊ ഹീറോ സൂര്യ എന്ന് പറയുന്നുണ്ട്. അല്ല നീ മരണപ്പെട്ട ഇവന്റെ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നു സാറേ. അങ്ങനെ നമ്മുടെ കോൺസ്റ്റബിൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഇവരെങ്ങനെ മരണപ്പെട്ടെ? അത് കറണ്ട് ഷോക്ക് അടിച്ചതാ. അങ്ങനെ ആ ഒരു ബോഡിയൊക്കെ അടക്കം ചെയ്ത ശേഷം അവർ ഓരോരുത്തരും സങ്കടത്തിലിരിക്കുകയാണ്. എന്താണിപ്പോ ടിൻഡുവിന് സംഭവിച്ചേ? എങ്ങനെയായിരിക്കും ഷോക്ക് അടിച്ചിട്ടുണ്ടാവുക? അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ സൂര്യയ്ക്ക് അമ്മ ഫോൺ ചെയ്യുന്നത്. അമ്മയാണെങ്കിൽ നല്ല മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് ഫോൺ ചെയ്യുന്നത്. അമ്മ പുറത്ത് എവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നോക്കുമ്പോൾ വീട് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി അവരുടെ അച്ഛൻ നടത്തിയ ആ ഒരു ഫാമിന് വേണ്ടി കുറെ കടം വാങ്ങില്ലേ, അങ്ങനെ ഈ ഒരു വീടും പണയം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മ പറയുന്നുണ്ട്, മോനെ നമ്മൾ കടം വാങ്ങിയ അങ്ങേര് വീട് ലോക്ക് ചെയ്തിട്ട് പോയി, ഞാൻ ചാവി ചോദിച്ച് വീട്ടിലേക്ക് പോയതാ. അമ്മയ്ക്ക് എന്താണ് നാട്ടിൽ സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓൾറെഡി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വന്നപ്പോ വീട് പൂട്ടി കണ്ടതാണ്. അങ്ങനെ കടം വാങ്ങിയ രാമയെ കാണാന് അമ്മ പോയപ്പോ അങ്ങേര് ചോദിച്ചത്, അല്ല എന്താ ഇങ്ങോട്ടൊക്കെ? അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ എന്റെ വീട് പൂട്ടി താക്കോലെടുത്തിട്ട് വന്നേ? നിങ്ങള് കടം വാങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ തിരിച്ചടച്ചിട്ടില്ല, അതിന്റെ പലിശ ആണെങ്കിൽ പെരുകിയിട്ടുണ്ട്. ആ ഒരു പൈസ വസൂലാക്കണമെങ്കിൽ നിങ്ങളുടെ വീട് എന്റെ പേരിലെടുത്തേ മതിയാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ ഈ മുദ്രപത്രത്തില് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് ആ പൈസ മുഴുവനായിട്ട് തന്നോളാന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ചിലപ്പോൾ എന്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീട്ടില് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ ആ ഒരു അമ്മയ്ക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ട് അവിടുന്ന് സങ്കടത്തിൽ തിരിച്ചു പോകുമ്പോൾ, ഒരു മാസമേ ഉള്ളൂ, കാര്യങ്ങളൊന്നും മറക്കണ്ട. അങ്ങനെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ സൂര്യ കേൾക്കുമ്പോൾ സൂര്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ അമ്മയെ രക്ഷിക്കാനേ ഏത് വിധേനയും ഒരു മാസത്തിനുള്ളിൽ ഇനി പൈസ ഉണ്ടാക്കിയേ മതിയാവും. അപ്പോഴാണ് നമ്മുടെ സൂര്യ ഓൾറെഡി അടിച്ചു മാറ്റിക്കൊണ്ടെന്ന ആ ഒരു പേന കാണുന്നത്. ഈ ഒരു പേന കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടിയാലോ. അങ്ങനെ തൽക്കാലം പലിശ അടയ്ക്കാൻ ഒരു 40,000 രൂപയ്ക്ക് ആ ഒരു പേന വിൽക്കാൻ പല ആളുകളുമായിട്ട് ഡീലിംഗ് ചെയ്തു നോക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ആളുകളും നമ്മുടെ ഹീറോയെ കളിയാക്കാണ്. 40,000 രൂപയ്ക്ക് പേനയാ, ഒരു 500 രൂപ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഇതുപോലത്തെ നല്ല അടിപൊളി പേന ഞാൻ അങ്ങോട്ട് തരാം. അങ്ങനെ ഹീറോയെ എല്ലാവരും വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ പേനയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഓരോ ജോലികള് ഹോട്ടലിൽ നിന്നിട്ടും രാവും പകലായിട്ട് മര്യാദക്ക് ഒന്നും ഉറങ്ങാതെ ഓവർ ടൈമായിട്ട് ഹീറോ ജോലി ചെയ്യാൻ തുടങ്ങാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സൂര്യയുടെ അവസ്ഥ എന്താ? അമ്മയ്ക്ക് കട അടക്കാൻ പൈസ ഉണ്ടാക്കണം, അതുപോലെ തന്റെ കളിക്കൂട്ടുകാരിയും ലവറും ആയിട്ടുള്ള സുധയുടെ ഓപ്പറേഷന് അതിനും പൈസ കണ്ടെത്തണ്ടേ. ഈ ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? സൂര്യക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഡോക്ടർ വിളിപ്പിക്കുന്നത്. എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട്, സുധയുടെ കണ്ടീഷൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. ഇപ്പോൾ ആ ഒരു കിഡ്നി ഡോണേഴ്സിന്റെ ലിസ്റ്റിൽ സുധയുടെ പേര് 2ാമത് വന്നിട്ടുണ്ട്. കൂടിപ്പോയാൽ ഒരു മാസം അതുവരെ ഡയാലിസിസ് ചെയ്തിട്ട് അതിനുള്ളിൽ ഉറപ്പായിട്ടും ആ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കാൻ നോക്കാം. അങ്ങനെ നമ്മുടെ സൂര്യ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കൂടെ ഫ്രണ്ടായിട്ടുള്ള മനോജും ഉണ്ട്. അവർ രണ്ടുപേരും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോജിനെ ആരോ ഫോൺ ചെയ്യാണ്. അവനാണെങ്കിൽ മനോജിനോട് ഏതൊരു അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാൻ നമ്മുടെ ഹീറോയുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു പേന എടുക്കാണ്. അങ്ങനെ ആ ഒരു അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ച ശേഷം സൂര്യയോട് പറയുന്നുണ്ട്, എന്താ മോനെ നോക്കിക്കുന്നത്, വാ നമുക്ക് പോവാന്ന്. അപ്പോൾ സൂര്യ, ചേട്ടാ ആ ഒരു പേനയില് അതങ്ങ് തരുമോ, അതെനിക്ക് എങ്ങനെയെങ്കിലും സെയിലാക്കണമെന്നുണ്ട്. അപ്പോൾ മനോജ് പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ, നിന്റെ പേന എനിക്ക് വേണ്ട, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് സൂര്യക്ക് ആ പേന കൊടുക്കുമ്പോ അതിനുള്ളില് മുകളിൽ നിന്ന് ഒരു പീസ് പൊളിഞ്ഞിട്ട് മനോജിന്റെ തലയിൽ വീഴാണ്. സൂര്യയുടെ കൺമുമ്പില് മനോജ് ചിന്ന ഭിന്നമായി പോവാണ്. എന്താണ് സംഭവിച്ചെന്നറിയാതെ തരിച്ചു നിന്നുകൊണ്ട് തനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാന് ആ ഒരു പേന ഹെൽപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷയില് ആ പേന എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ കൊളീഗ്സ് ഒക്കെ മോർച്ചറിയില് മനോജിന്റെ ബോഡിയുടെ അരികില് സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു പേന കയ്യിൽ വെച്ച്
എന്തോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കലിപ്പൻ കോൺസ്റ്റബിളില്ലേ അങ്ങനെ അങ്ങോട്ട് വന്ന് പറയുന്നത്, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നത്? നിന്റെ ഫ്രണ്ടില്ലേ ആ ഒരു താടിക്കാരൻ സൂര്യ കീരിയ, അവനെ ശ്രദ്ധിച്ചോ, അവൻ നല്ല സഹിക്കുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ രണ്ട് ഫ്രണ്ടിനെയും അവനാണ് കൊലപ്പെടുത്തിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി അവനല്ലെങ്കിൽ നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ആണാടാ. അങ്ങനെ അവരെയും ചൊറിഞ്ഞിട്ട് ആ ഒരു കോൺസ്റ്റബിൾ അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറെ നേരമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഹീറോയ്ക്ക് എന്തോ ഒന്ന് കത്തിയിട്ടുണ്ട്. അങ്ങനെ രാജുവിനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് തോന്നുന്നത് അവര് രണ്ടുപേരും മരണപ്പെട്ടില്ലേ, അതിന്റെ കാരണം ഈ പേനയാണോ എന്നാണ്. അതായത് അവര് മരണപ്പെടുന്നതിന് മുൻപ് അവർ രണ്ടുപേരും ഈ പേന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവര് രണ്ടുപേരും മരണപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പേന ആരുപയോഗിച്ചാലും അവര് മരണപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ കലിപ്പിൽ രാജു പറയുന്നുണ്ട്, നിനക്ക് പ്രാന്താ, പേന ഉപയോഗിച്ചാൽ ആരെങ്കിലും മരിക്കുന്നോ, ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ രാജു അവിടെ തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ സുധയില്ലേ ഹീറോയെ ഫോൺ ചെയ്ത് പറയുന്നത്, എന്റെ മാനേജറില്ലേ അങ്ങേര് എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കി. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് രക്തം തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നേരെ സുധയുടെ കമ്പനിയിലേക്ക് ഹീറോ പോവാണ്. നമ്മളെന്താ കരുതുക, ചിലപ്പോ മാനേജറിനെ ഇടിച്ച് പിഴിഞ്ഞ് ചട്ടനി ആക്കുന്നല്ലേ. എന്നാൽ ഹീറോ ഒന്നും ചെയ്യുന്നില്ല. നേരെ പോയിട്ട് ആ ഒരു പെണ്ണ് കൊടുത്തിട്ട്, എനിക്ക് നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് തരുമോ. എന്നാൽ മാനേജറിനാണെങ്കിൽ നമ്മുടെ ഹീറോ അറിയില്ലോ, താനെ ഏതാടാ, തനിക്ക് എന്തിനാ എന്റെ ഓട്ടോഗ്രാഫ്, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. എന്നാലും സൂര്യ ആണെങ്കിൽ, സാറേ നിങ്ങൾ എന്റെ ഫേവറേറ്റാ, ഒരു ഒറ്റ ഓട്ടോഗ്രാഫ്. അങ്ങനെ ഹീറോ കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോ ആ ഒരു ഓഫീസിലെ ബാക്കി എല്ലാ ആളുകളും ഹീറോയെ ഒരു പൊട്ടനെ പോലെ നോക്കുന്നുണ്ട്. സുധയാണെങ്കിൽ, അല്ല ഇവനോട് എനിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേ. അങ്ങനെ മാനേജർ സൈനൊക്കെ ചെയ്തു കൊടുത്തിട്ട്, മോന് സൈന കിട്ടിയില്ലേ, അപ്പൊ തൽക്കാലം ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അങ്ങനെ ഹീറോ പുറത്ത് വന്ന ശേഷം ആ ഒരു മാനേജർ എപ്പോഴാണ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാന്ന് അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മാനേജർ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ പതി അയാളുടെ പിന്നാലെ നമ്മുടെ സൂര്യ പോവാണ്. അതായത് സൂര്യക്ക് ഉറപ്പാണല്ലോ ഈ ഒരു മാനേജറും എന്തെങ്കിലും അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത്. അപ്പോഴാണ് മാനേജറിന് മുൻപിലായിട്ട് ഒരു ഡ്രെയിനേജ് ഹോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ വീണിട്ട് അയാൾ മരിക്കാന്ന് നമ്മുടെ സൂര്യ വെയിറ്റ് ചെയ്ത് വെക്കുമ്പോൾ അയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അയാൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോവാണ്. അല്ല ഇതെന്താ സംഭവിക്കാത്തെ, ഈ പേന വർക്കൗണ്ടതാണല്ലോ. അങ്ങനെ ആ ഒരു മാനേജറിന് പിന്നാലെ പിന്നെയും പതിയെ നടന്നു പോകുന്നുണ്ട്. ചിലപ്പോ ഇപ്പൊ വർക്കായിരിക്കും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പണ്ടാരടങ്ങാനായിട്ട് ഇത് വർക്കാവെന്ന് കരുതിയിട്ട് അപ്പോ ഇത് അതല്ലേ, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകാനും എല്ലാം തിരിയുമ്പോ ആരൊരാള് എന്റെ അമ്മച്ചിയോന്ന് അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ല എന്താ സംഭവിച്ചെന്ന് സൂര്യ നോക്കുമ്പോ ആ ഒരു മാനേജറില്ലേ അങ്ങേര് റോഡ് ക്രോസ് ചെയ്ത് നോക്കിയപ്പോ പാഞ്ഞു വന്ന ഒരു കാറ് അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അങ്ങേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാനേജർ മരണപ്പെട്ട കണ്ടപ്പോ നമ്മുടെ ഹീറോ സൂര്യയുടെ മുഖത്ത് ഒരു ചിരി വരികയാണ്. ആഹാ ഈ പേന കൊള്ളാല, ഇത് വർക്കിംഗ് അല്ലേ. അല്ല എന്തുകൊണ്ടായിരിക്കും സൂര്യയുടെ മൈൻഡിലൊരു സൈക്കോ ചിന്ത വന്നിട്ടുണ്ടാവുക, അവന്റെ മുഖത്ത് ഇത്രയും സന്തോഷം വന്നിട്ടുണ്ടാവുക. അത് അടുത്ത സീനിൽ നമ്മൾ കാണാണ്. നമ്മുടെ സൂര്യയില്ലേ അവിടെ നിന്ന് നേരെ പോകുന്നത് തന്റെ ഗ്രാമത്തിലേക്കാണ്. എന്നിട്ട് ആ ഒരു ഗ്രാമത്തിലെ ജന്മിയില്ലേ നമ്മുടെ രാമയ്യ നമ്മുടെ ഹീറോയുടെ ഫാമിലിക്ക് കടം കൊടുത്ത അങ്ങനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അണ്ണാ എത്ര നാളെ കണ്ടിട്ട്, അണ്ണാ നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് വരുമോ. അങ്ങനെ അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അയാളുടെ കാര്യത്തിലും ഹീറോ ഒരു തീരുമാനമാക്കാണ്. ഗ്രാമത്തിൽ പോയ കാര്യം കഴിഞ്ഞില്ലേ, അങ്ങനെ നേരെ തിരിച്ച് ഹൈദരാബാദിലേക്ക് വരികയാണ്. അങ്ങനെ നേരെ ഹീറോ ആയിട്ടുള്ള സുധയെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ സുധയും അമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരോട് ഞാൻ ജോലിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹീറോ തിരിച്ചു പോവാണ്. അന്ന് നൈറ്റ് നമ്മുടെ സുധയെ ഹീറോ മീറ്റ് ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് ഭയങ്കര ഹാപ്പി. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്താ ഇത്ര സന്തോഷം, വല്ല ലോട്ടറി അടിച്ചാ. അവള് പറയുന്നുണ്ട്, കുറെ നാളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു മാനേജറില്ലേ അയാൾ ഇന്നലെ മരണപ്പെട്ടു പോയി. ഇനിയിപ്പോ വേറെ മാനേജർ വന്നോളും, അയാളുടെ വൃത്തിയുടെ സഹിക്കണ്ടല്ലോ. ആ ഒരു സന്തോഷത്തില് സൂര്യ നിനക്കും ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ദീപാവലിയൊക്കെ അല്ലേ, ഒരു സർപ്രൈസ് ഇരിക്കട്ടെ. സൂര്യ ആണെങ്കിൽ സുധയോട് താങ്ക്സും പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ സുധ നേരെ ഉള്ളിലേക്ക് പോകുമ്പോ ഹീറോയുടെ അമ്മയില്ലേ അവര് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എപ്പോഴാ നീയും സൂര്യയും കല്യാണം കഴിക്കാൻ പോകുന്നേ. അപ്പൊ അവള് പറയുന്നുണ്ട്, എന്റെ അമ്മേ നിങ്ങളെ മോനില്ലേ ഒരു താല്പര്യം കാണിക്കണ്ടേ. 10 വയസ്സില് അവൻ എങ്ങനെയാ ഉണ്ടായിരുന്നത് അതേ സ്വഭാവം തന്നെയാ അവൻ ഇപ്പോഴും. ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നാല് അപ്പോ എന്റെ മടിയിൽ കിടന്നിട്ട് കരഞ്ഞോണ്ടിരിക്കലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവൻ വന്നിട്ട് അവന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രപ്പോസ് എന്ന് കരുതിയാല് അവൻ ചെയ്യണ്ടേ. കുറച്ച് നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ അങ്ങോട്ട് അവനൊന്ന് പ്രപ്പോസ് ചെയ്താലോ എന്ന്. അപ്പൊ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്, അതെന്തായാലും വേണ്ട, നമുക്ക് നോക്കാം. പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് അതിലും നല്ലത് അവനിങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നല്ലേ. ഇത്രയും കാത്തില്ലേ, നമുക്ക് കുറച്ചുകൂടി കാത്തോക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സൂര്യ ആണെങ്കിൽ ഓൾറെഡി റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജ് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ കഴിഞ്ഞ ദിവസം നിന്നെ ഇവിടെ കണ്ടിട്ടില്ല, എവിടെയായിരുന്നു. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അത് ഒന്നുമില്ല ഏട്ടാ, ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വന്നതാ. നാട്ടിലാ, പെട്ടെന്ന് നാട്ടിലേക്ക് പോവാ. എന്നിട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷമോത്ത്. എന്താ വല്ല ലോട്ടറി അടിച്ചാ, എന്താടാ ഇത്ര ഹാപ്പി നിനക്ക്. അപ്പോ സൂര്യ പറയുന്നുണ്ട്,
ചേട്ടാ എൻ്റെ നാട്ടിൽ എനിക്ക് കുറെ കട ഉണ്ടായിരുന്നില്ലേ, ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നു തന്നെ അത് അടയ്ക്കാനായിരുന്നില്ലേ, എന്നാൽ ആ കടത്തിന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ രാജു അതെങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കടം തീരുക, അത്രയും പൈസ നീ എങ്ങനെയാണ് റെഡിയാക്കിയേ? അപ്പൊ സൂര്യ അതിന് പൈസ തന്ന ആ ഒരു രാമയ്യ അങ്ങനെ മരിച്ചുപോയി. എന്നിട്ട് ആ ഒരു പെണ്ണെടുത്ത് ടേബിളിന്റെ മേലെ വെക്കുകയാണ്. ആ ഒരു കാഴ്ച രാജു കണ്ടപ്പോ അയാള് ഷോക്കായി പോകുന്നുണ്ട്. അല്ല, ഇവൻ എന്നോട് പറഞ്ഞ പോലെ ഈ ഒരു പേന ഇത് സത്യമായിരിക്കുമോ? എന്നിട്ട് അറിയാതെ പതി ആ ഒരു പേന എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സൂര്യ ആണെങ്കിൽ രാജുവിന്റെ കൈ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ചേട്ടാ ആ ഒരു പേന തൊടരുത്. അപ്പൊ രാജു തൊട്ടെന്ന് എന്ത് ചെയ്യും? അപ്പൊ ഹീറോ ആണെങ്കിൽ അങ്ങനെ തള്ളി വിടുന്നുണ്ട്. അപ്പൊ രാജു പറയുന്നുണ്ട്, എന്റെ സൂര്യ ഞാൻ വെറുതെ തമാശ കാണിച്ചതാ, നമുക്ക് ചെറുതായിട്ടൊന്ന് പുകച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തു നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ആ ഒരു സമയത്ത് രാജുവിന്റെ മുഖത്ത് ഒരു വില്ലന്റെ നോട്ടം വരുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ സൂര്യയിലെ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വീണ് കിടക്കാണ്. കയ്യിലാണെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പെറ്റായിട്ടുള്ള ആ ഒരു റേഡിയോ പ്ലെയറും ഉണ്ട്. അപ്പോഴാണ് ഹീറോയുടെ ഫോൺ റിംഗ് ആവുന്നത്. ആ ഒരു റിംഗ് സൗണ്ട് കേട്ടിട്ടാണ് സൂര്യ എഴുന്നേൽക്കുന്ന പോലും. എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ സൂര്യയുടെ കണ്ടീഷൻ കുറച്ചധികം വീക്ക് ആയതുകൊണ്ട് തന്നെ അവളെ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാണ്. പോയി നോക്കുമ്പോൾ ഓൾറെഡി അവളുടെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി അവളുടെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു, എന്നാൽ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. ആ ഒരു കിഡ്നി ഡൊണേഷൻ ലിസ്റ്റിൽ അവളുടെ പേരിപ്പോൾ നമ്പർ ഫസ്റ്റ് ആയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് ഇനി ഡിലേ ചെയ്യേണ്ട, പൈസ റെഡിയാക്കിക്കോ, അവൾക്ക് വേഗം തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഹീറോയും പറയുന്നുണ്ട് വേഗം തന്നെ ചെയ്തേക്കാം. അങ്ങനെ സുധയെ കൂട്ടിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവൾക്ക് ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. അതായത് സുധയുടെ വീടിന്റെ അരികിലുള്ള നെയ്ബേഴ്സ് ആണ്. അവര് പറയുന്നുണ്ട് ആ ഒരു വീരയില്ലേ, അങ്ങേരും അങ്ങരുടെ ഗ്യാങ്ങും മോളെ സുധ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിന്റെ വീട്ടിലാണെങ്കിൽ പുതുതായിട്ട് വന്ന ആ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു അമ്മ അവരാരാ, ആ ഒരു വീരയും ടീമും എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേന്ന് അറിയില്ല. അപ്പൊ ആ ഒരു കാര്യം സുധ ഹീറോയോട് പറയുമ്പോൾ ഹീറോയുടെ മുഖത്ത് എന്തോ ടെൻഷൻ വരികയാണ്. അങ്ങനെ പേടിച്ചു വരച്ചിട്ട് അവിടുന്ന് വേഗത്തില് സുധയുടെ വീട്ടിലേക്ക് ഓടി വരുമ്പോൾ ആ ഒരു വീരയില്ലേ അങ്ങനെ ഹീറോയുടെ അമ്മയെ ഭയപ്പെടുത്തിയിട്ട് അവരുടെ പേരിലൊരു ഫാമിന്റെ ലാൻഡ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ഥലം മുഴുവനായിട്ട് വീരയുടെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ആ ഒരു സ്ഥലം പോയതല്ല, ആ ഒരു ഫോമില് അമ്മ ഒപ്പിടുന്നത് ഹീറോയുടെ പെന്നിലെ ആ ഒരു പേന വെച്ചിട്ടാണ്. സൂര്യയുടെ നെഞ്ച് പൊട്ടിപ്പോകുന്നുണ്ട്. തനിക്കിനി എന്തില്ലെങ്കിലും തന്റെ അമ്മ കൂടെ ഉണ്ടാവുന്ന കരുതതാണ്. എന്നാലിപ്പോ ആ ഒരു പെന്ന് വെച്ച് അമ്മ എഴുതുകയും ചെയ്തില്ലേ. ഹീറോയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് അറിയുന്നില്ല. ആ ഒരു വീരയാണെങ്കിൽ സൈനൊക്കെ ചെയ്ത ശേഷം ആ ഒരു പെന്നും എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ സൂര്യയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടത്തിൽ നിൽക്കുന്ന അമ്മ കണ്ടപ്പോ അല്ല എന്താ മോനെ നിന്റെ മുഖത്ത് ഇങ്ങനെ ടെൻഷൻ? ആ ഒരു സ്ഥലം പോയതിന്റെ സ്ഥലം പോയാൽ പോട്ടടാ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാം. പിന്നെ എൻ്റെ മോനിക്ക് എത്ര നാളായി അമ്മ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട്, ഇന്ന് അമ്മയുടെ കൈകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ തന്നെ മോനിക്ക് വാരിത്തരാം. അങ്ങനെ സൂര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നില്ല, ആ ഒരു ആപത്ത് ഹീറോയ്ക്ക് അറിയാലോ. ഹീറോയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ആ ഒരു സെക്കൻഡ് മുതൽ ഹീറോയുടെ അമ്മ എങ്ങോട്ട് പോകുമ്പോഴും ബാത്റൂമിലേക്ക് പോവാണെങ്കിൽ പോലും ഹീറോ പിന്നാലെ പോകുന്നുണ്ട്, തന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനേ. അങ്ങനെ പുറത്ത് അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവരുതെന്ന് പ്രാർത്ഥനയിലെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. എന്താണ് സംഭവിച്ചെന്ന് പോയി നോക്കുമ്പോ സൂര്യ പ്രതീക്ഷ പോലെ ബാത്റൂമില് അമ്മയുടെ കാല് തെറ്റി താഴെ വീണിട്ടുണ്ട്. ആ ഒരു സ്പോട്ടിൽ തന്നെ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹീറോ നെഞ്ചു പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുധ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഹീറോ കരയുന്ന കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്നാൽ ഹീറോ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോഴാണ് സുധ ഹീറോയുടെ അമ്മ മരണപ്പെട്ട് കിടക്കുന്ന കാണുന്നത്. അതിനുശേഷം അമ്മയുടെ ചടങ്ങുകളൊക്കെ നടത്താണ്. ആകെ നമ്മുടെ ഹീറോയുടെ ജീവിതത്തിൽ ഒരു കൂട്ടെന്ന് പറയാന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ വിയോഗം ശരിക്ക് നമ്മുടെ സൂര്യയെ ഒരു ഭ്രാന്തനെ പോലെ ആക്കിയിട്ടുണ്ട്. അമ്മയുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ തന്നെ ഭ്രാന്തനെ പോലെ ഡാൻസ് കളിച്ചിട്ട് അവിടുന്ന് നേരെ ദേഷ്യത്തിൽ പോകുന്നത് ആ ഒരു വീരയില്ലേ അങ്ങരുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവന്റെ ഉള്ളിലെ എല്ലാ ഫ്രസ്ട്രേഷനും ആ ഒരു വീരയുടെ മേലെ തീർക്കാണ്. അങ്ങനെ അടിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല അയാളുടെ അനിയനായിട്ടുള്ള ശങ്കറിനെയും അടിച്ച് കൊന്നുകളയാണ്. എന്നിട്ട് ആ ഒരു പെന്നും എടുത്തിട്ട് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ ഫാം എഴുതി വാങ്ങിയിരുന്ന ഡോക്യുമെന്റ് ഇല്ലേ, ആ ഡോക്യുമെന്റ് എടുത്തിട്ട് അവിടുന്ന് തിരിച്ച് നേരെ പോകുന്നത് നമ്മുടെ സൂര്യയുടെ റൂമിലേക്കാണ്. എന്നിട്ട് രക്തക്കറയൊക്കെ കഴുകിക്കളയാണ്. എന്നാൽ സൂര്യയുടെ മുഖഭാവവും ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ കണ്ടിട്ട് രാജു പേടിച്ച് പറയുന്നുണ്ട്, സൂര്യ ഞാൻ ആകെ ചെയ്തത് കുറച്ച് നാളായിട്ട് എൻ്റെ ജോലിയും തെറിക്കുന്ന ആ ഒരു വീരയെ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഒന്ന് പിടിച്ചു വെക്കാൻ നിന്റെ കയ്യിലൊരു മാജിക് പേനയുണ്ടെന്നും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. എന്നിട്ട് ടെൻഷനിൽ രാജു പറയുന്നുണ്ട്, നീ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നാൽ ഹീറോ കാലി പോണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അവനെ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കാണുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സുധയുടെ വീട്ടിലാണ്. ആ ഒരു താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വേറൊരു ലുക്കിലായിട്ടുണ്ട്. അപ്പോൾ സുധ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്താൽ മതി, വേഗം തന്നെ ഞാൻ വേറൊരു വീട് നോക്കിക്കോളാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വീരയും അതുപോലെ വീരയുടെ അനനായിട്ടുള്ള ശേഖരനെയും ആരോ കൊലപ്പെടുത്തിയെന്ന് പോലീസ് അറിഞ്ഞിട്ടുണ്ട്. അവരുടെ മരണത്തിനെ കുറിച്ച് പോലീസ് ടീം ഡിസ്കസ് ചെയ്യാണ്.
അപ്പോഴാണ് വേരയുടെ റൈസ് മില്ലില് ആരൊക്കെയാ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ ചോദ്യം ചെയ്യാന് രാജുവിനെ കാണാനായിട്ട് അവരുടെ റൂമിലേക്ക് വരുമ്പോ ഓൾറെഡി രാജു കൊല്ലപ്പെട്ട് കിടക്കുന്നത് പോലീസ് ടീം കാണുകയാണ്. അങ്ങനെ ആ ഒരു റൂം മുഴുവനായിട്ട് ചെക്ക് ചെയ്ത ശേഷം കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ ഇവരുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു താടി, അവന്റെ പേര് സൂര്യ എന്നാ, അവനിവിടെ കാണുന്നില്ല. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ആ സൂര്യ അവനാരാ? ഇനി അവൻ ആരായാലും അവനെ തേടി പിടിച്ച് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അടുത്ത സീല് നമ്മൾ കാണുന്നത് നമ്മുടെ സുധയും സൂര്യയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഹീറോയുടെ സ്ഥലം ഹീറോയ്ക്ക് തിരിച്ചു കിട്ടിയില്ലേ, ഇനിയിപ്പോ ആ സ്ഥലം പണയം വെച്ചിട്ട് അവളുടെ ഓപ്പറേഷൻ ചെയ്യാൻ ഹീറോ കണക്കൂട്ടിയതാണ്. ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ പറഞ്ഞോലെ ഓപ്പറേഷന്റെ ഡേറ്റ് ആവാനായില്ലേ, എപ്പോഴാ നമുക്ക് ചെയ്യാം? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല ആ ഒരു ലിസ്റ്റില് പല്ലവിയുടെ പേരാണ് ഇപ്പൊ ഫസ്റ്റ് ഉള്ളത്, അത് കഴിഞ്ഞാൽ അടുത്തത് സൂര്യയുടെ ചെയ്യാം. അപ്പൊ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതല്ലല്ലോ പറഞ്ഞേ, സൂര്യയുടെ പേരാണ് ഫസ്റ്റ് എന്നാണല്ലോ, ഇപ്പൊ എങ്ങനെയാ പല്ലവി അവള് കയറി വന്നേ? സൂര്യയുടെ അവളുടെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയുന്നില്ലേ, നിങ്ങൾക്ക് ഇതിൽ എന്ത് ലാഭമുള്ളതെന്ന് ചോദിച്ചിട്ട് ഹീറോ കടിച്ചു കയറുമ്പോൾ സൂര്യയാണെങ്കിലേ സൂര്യ പതിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട്, ഡോക്ടർ അവര് പറയുന്നില്ല നമുക്ക് കേൾക്കാൻ പറ്റുമോ? എന്നാൽ സൂര്യക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കമ്പൗണ്ടറിനെ എടുത്ത് പഞ്ഞുകിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ലിസ്റ്റ് മാറിയ, എങ്ങനെയാ സുധയുടെ പേര് രണ്ടാമതായ? അപ്പോൾ ആ ഒരു കമ്പൗണ്ടർ പറയുന്നുണ്ട്, ഇപ്പോ ലിസ്റ്റിൽ ഒന്നാമത് വന്നിട്ടുള്ളത് ഒരു ചെറിയ പെൺകുട്ടിയാ, അവളുടേതും കിഡ്നി വീക്ക് ആയതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ ഫാമിലി ആണെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബേസുള്ള ടീമാണ്. അപ്പോൾ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവരെങ്ങനെയോ ലിസ്റ്റ് മാറ്റിയതാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് കമ്പൗണ്ടറിലെ ആ ഒരു കുട്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മയുടെയും അച്ഛന്റെയും കൂടെ വീട്ടിലേക്ക് പോകുന്നത് സൂര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേ സമയത്താണ് പോലീസ് ടീം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നമ്മുടെ സൂര്യയെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അടിച്ച് പിഴിയുന്നത്. എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞോ, നിന്റെ കൂടെ ഉണ്ടായിരുന്നോ, അതുപോലെ നീ ജോലി ചെയ്ത കമ്പനിയിലെ ആളുകളൊക്കെ എങ്ങനെയാടാ തുടരെ മരണപ്പെട്ടു പോയത്? നീ ഒരു സൈക്കോ അല്ലേ, നീയല്ലടാ അവരെ കൊലപ്പെടുത്തിയേ? എന്നാൽ സൂര്യ പറയുന്നുണ്ട്, സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ ആരോടാ പൊന്നു മോനെ ഈ നുണ പറയുന്നേ, മര്യാദക്ക് സത്യം പറഞ്ഞോ? അങ്ങനെ ഹീറോയുടെ പോറ അടിച്ചവർ പൊളിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളില് നമ്മുടെ സുധയിലെ അവൾക്ക് പരിചയമുള്ള ഒരാളെ ഹീറോയെ രക്ഷപ്പെടുത്താനായിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ഇതേ സീൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹീറോയുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് പോലീസിനെ കൺവിൻസ് ചെയ്ത ശേഷം സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ സൂര്യയും സുധയും നേരെ പോകുന്നത് പുതിയ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാനാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൂര്യ പറയുന്നുണ്ട്, സുധ കുറച്ചകലെയായിട്ട് ഒരു അക്ഷയ പാത്രമുണ്ട്, അതില് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ടാവും. അവളും പതിയെ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കൊലുസുണ്ട്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യ, നമ്മള് ദിവസവും ആഗ്രഹിക്കുന്ന ഓരോ കാര്യം ഈ ഒരു അക്ഷയപാത്രത്തിന് കിട്ടുമോ? അപ്പൊ സൂര്യ, ആ ഒരു അക്ഷയപാത്രം നിറയണമെങ്കിൽ ഈ ഒരു അക്ഷയപാത്രം പണിയെടുക്കണം, നമുക്ക് നോക്കിക്കളയാം, പിന്നെ കുറച്ച് ടയർഡ് ഉണ്ട്, ഞാനൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയുടെ പുതിയ വീട്ടിലേക്ക് ആ ഒരു നല്ല കോൺസ്റ്റബിളിലെ അങ്ങേര് വരികയാണ്. ഇങ്ങേര് പലപ്പോഴും നമ്മുടെ ഹീറോയെ ഓരോ പ്രശ്നത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഹീറോയെ പോലീസ് പിടിച്ചുകൊണ്ടേതല്ലേ. അപ്പോൾ ഹീറോ പുതുതായിട്ട് മാറിയ ഈ ഒരു വീടിന്റെ അഡ്രസ്സ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങേരുടെ ഉള്ളിലുള്ള ചെറിയ സംശയങ്ങൾ നമ്മുടെ സുധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് വീരയെ മരണപ്പെട്ടില്ലേ, അന്ന് രാത്രി ശരിക്ക് സൂര്യ അവൻ എവിടെ ഉണ്ടായിരുന്നേ? അവള് പറയുന്നുണ്ട്, റൈസ് മില്ലിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടാ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. എന്നാൽ വീരയ്യ അവര് മരണപ്പെടുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് സൂര്യ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ സുധ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഓൾറെഡി കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും അറിയാത്ത പോലെ ഹീറോ പുറത്തു വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല സാറപ്പോഴും വന്നേ? അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞോ, അന്ന് വീരയെ മരണപ്പെട്ടപ്പോ ആ ഒരു റൈസ് മില്ലിലേക്ക് നീ പോയിട്ടുണ്ടായിരുന്നോ? വീരയെയും അതുപോലെ ശങ്കറിനെയും ആരെങ്കിലും കൊല്ലുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നീ ആണോ ഇനിയിപ്പോൾ അവരെ കൊലപ്പെടുത്തിയ? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, സാറേ സത്യമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. അന്ന് സാധാരണ പോലെ റൈസ് മില്ലിൽ ഞാൻ ജോലിക്ക് പോയി, അവസാനം പൈസ ചോദിച്ചപ്പോൾ അവരന്ന് പൈസ തന്നില്ല, വീട്ടിൽ ചെന്ന് വാങ്ങാൻ പറഞ്ഞു, അങ്ങനെ പൈസ വാങ്ങാനാ ഞാൻ വീട്ടിലേക്ക് പോയെ, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് സ്റ്റേഷനില് നമ്മുടെ ഇൻസ്പെക്ടറും ടീമും ചോദിച്ചപ്പോ എന്താ പറയാതിരുന്നേ? അപ്പൊ സൂര്യ, സാറ് അവര് വല്ലാതെ ഉപദ്രവിച്ചില്ലേ, അതിൽ തന്നെ ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. അപ്പൊ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പെന്നും പേപ്പറും എടുത്തിട്ടോ, നീ ഇപ്പോ പറഞ്ഞ വാക്ക് മൊഴിയില്ലേ അത് ഞാൻ എഴുതിയെടുക്കട്ടെ. അങ്ങനെ ഹീറോ ഉള്ളിലേക്ക് പോയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതാന് ആ ഒരു കൊലയാളി പെന്നില്ലേ, ആ പെന്നാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ ഒരു കോൺസ്റ്റബിള് ഹീറോ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്ത ശേഷം അവനോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് എന്താവശ്യത്തിന് എങ്ങോട്ട് പോകണമെങ്കിലും സ്റ്റേഷനിൽ ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ കോൺസ്റ്റബിൾ അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സുധയ്ക്ക് പകരമായിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ കിഡ്നി അല്ലേ ഇനിയിപ്പോ ഡോണർ ചെയ്യാൻ പോകുന്നത്, ആ ഒരു പെൺകുട്ടിയെ അവരുടെ ഫാമിലി ഒരു പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർക്കിൽ ഒരു ഭാഗത്ത് ആ ഒരു കുട്ടി ഇരുത്തിയിട്ട് അച്ഛനും അമ്മയും വാക്കിങ്ങിന് പോകുമ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോ ഒരു മരത്തിന്റെ പിന്നിൽ നിന്നിട്ട് പതിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സുധയിലെ അവള് വീട്ടില് ഓരോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ന്യൂസിൽ എന്തോന്ന് കേൾക്കുന്നുണ്ട്. അതായത് കുറച്ചു നേരത്തെ അവരുടെ വീട്ടിലേക്ക് ആ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്
ഹീറോയുടെ വാക്ക് മൊഴി എഴുതി കൊണ്ടുപോയിരുന്നില്ലേ, അങ്ങേര് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അടുത്ത സീനിൽ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സുധയ്ക്ക് ഒരു ഫോൺ വരികയാണ്. അതായത് ഉടനെ തന്നെ നിങ്ങളുടെ ഓപ്പറേഷൻ നടത്തണം, അതുകൊണ്ട് ഇനി വൈകിപ്പിക്കാതെ ഉടനെ വന്നിട്ട് പൈസ അടച്ചോ, നിങ്ങളുടെ ഓപ്പറേഷന് ഇനി ആകെ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ സുധ ചോദിക്കുന്നുണ്ട്, അല്ല 1 മാസം വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എനിക്ക് മുൻപ് ആ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ട്രാൻസ്പ്ലാന്റ് നടത്തണ്ടേ? അല്ല ഓൾറെഡി ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവൂലേ? അപ്പോൾ നഴ്സ് പറയുന്നുണ്ട്, ആ ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ നടന്നില്ല, ആ ഒരു കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സുധ ഷോക്കായി പോകുന്നുണ്ട്. അല്ല എന്തോ കാര്യങ്ങൾ ശരിയല്ലല്ലോ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോഴാണ് അവൾ ഓർക്കുന്നത്, ഒരിക്കൽ എന്തോ ഒരു പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ സുധ ഹീറോയുടെ ആ ഒരു കൊലയാളി പെന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഹീറോ ഓടി വന്നിട്ട് ആ ഒരു പെന്ന് വെച്ച് എഴുതരുതെന്ന് അവളെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നേരത്തെ ആ ഒരു കോൺസ്റ്റബിളിന് ഹീറോ വാക്കുമൊഴി എഴുതാന് അതേ പെന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് അയാൾ പുറത്തു പോയ ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്സിഡന്റിൽ അങ്ങേര് മരണപ്പെട്ടു പോകുന്നത്. അതുപോലെ ആ ഒരു മാനേജർ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ ഞാൻ കരുതിയത് ചിലപ്പോൾ സൂര്യ വന്നിട്ട് അയാളുടെ കാരണക്കുറ്റിക്ക് 2 എണ്ണം കൊടുത്തിട്ട് അയാളൊന്ന് വാൺ ചെയ്തിട്ട് പോകുന്നതാണ്. എന്നാൽ അന്നെന്തോ ഡ്രാമ കളിക്കുന്ന പോലെ ആ ഒരു മാനേജറെ കൊണ്ട് സൂര്യ ഒരു ഓട്ടോഗ്രാഫ് ഇടിയിച്ചിട്ടല്ലേ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നേ. എന്നാൽ അന്ന് തന്നെ ആ ഒരു മാനേജറും മരണപ്പെട്ടു പോയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ മരണത്തിന് പിന്നിലെ ആ ഒരു പെന്ന് തന്നെയാണ് കാരണം. ആ ഒരു പേന യൂസ് ചെയ്തിട്ടാണ് സൂര്യ ഇവരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സുധയ്ക്ക് മനസ്സിലാവാണ്. 10 വർഷം മുമ്പ് പരിചയപ്പെട്ട 10 മാസം മുമ്പ് ഈ ഒരു ഹൈദരാബാദിലേക്ക് വന്ന താൻ പ്രണയിച്ച സൂര്യയല്ല ഇപ്പൊ തന്റെ കൂടെയുള്ള അവന്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന് സുധയ്ക്ക് മനസ്സിലാവാണ്. അവനൊരു സൈക്കോയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ആ ഒരു ചെറിയ പെൺകുട്ടി പല്ലവിയെ അവളെ പോലും കൊന്നുകളയാനേ അവൻ തീരുമാനിച്ചേ. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ സൂര്യ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും സുധയെ കാണാനില്ല. എന്നാൽ അവിടെ എപ്പോഴും നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ടാവുന്ന ആ ഒരു ഓഡിയോ പ്ലെയറില്ലേ അതുണ്ട്. അരികിലായിട്ടൊരു കേസറ്റ് കാണുന്നുണ്ട്. ആ ഒരു കേസറ്റ് ഏതായിരിക്കും? അങ്ങനെ ആ ഒരു കേസറ്റ് ഇട്ടിട്ട് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമ്മുടെ ഹീറോയിൻ സൂര്യയുടെ വോയിസ് ആണ്. ചെറുപ്പം മുതൽ എനിക്കൊരു സൂര്യ പരിചയം ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയാന്ന് വെച്ചാല് അവന്റെ അമ്മയുടെ വാക്ക് കേൾക്കുന്ന, അതുപോലെ എന്റെ വാക്ക് കേൾക്കുന്ന ഒരു പാവായിരുന്ന, എപ്പോഴും കുറുമ്പ് കാണിക്കുന്ന ഒരുത്തനായിരുന്നു. സത്യത്തിൽ ഞാൻ എന്റെ മാമനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാല് സൂര്യ, നീ ഇപ്പോ ഞാൻ പ്രണയിച്ചിരുന്ന ആ ഒരു സൂര്യയല്ല. നീ ഇപ്പോ വെറും ഒരു സ്വാർത്ഥനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിനക്ക് മനുഷ്യത്വം എന്താണ്, കണ്ണ് ചോര എന്താണ്, മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണ് ഒന്നും അറിയാൻ കഴിയാതെ നീ ഒരു ബ്ലൈൻഡ് ആയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് ഓരോ നിമിഷം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു കാര്യം ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ ഒരു അക്ഷയ പാത്രല്ലേ അതിൽ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നീ പോയി തുറന്നു നോക്ക്. അങ്ങനെ സൂര്യ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ സൂര്യ എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. എന്നാൽ പിന്നീടാണ് സൂര്യ കാണുന്നത് അവള് അത് എഴുതിയത് ആ ഒരു കൊലയാളി പേന ഉപയോഗിച്ചിട്ടാണ്. ഹീറോയുടെ ഉള്ളു തകർന്നു വിട്ട് നീ ഈ പേന ഉപയോഗിച്ചിട്ടാണോ ഈ ഒരു കാര്യം എഴുതിയെന്ന് ഓർത്തിട്ട് സങ്കടത്തിലെ ആ ഒരു വീട് മുഴുവനായിട്ട് നമ്മുടെ സൂര്യ തെരഞ്ഞു നോക്കാണ്. അവസാനം കിച്ചണില് അവള് മരണപ്പെട്ട് കിടക്കുന്നത് സൂര്യ കാണുന്നുണ്ട്. അവളുടെ തലയിൽ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അവള് തെന്നി വീണതായിരിക്കാം. അവനാണെങ്കിൽ നീ എന്തിനാ ഇത് ചെയ്തേ, നിന്റെ കൂടെ ഞാനും വരികയെന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണെടുത്ത് ഒരു പേപ്പറിൽ എഴുതാൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ എഴുതുമ്പോൾ മാത്രം ആ ഒരു പേന വർക്കാവുന്നില്ല, മഷി വരുന്നേയില്ല. അതിനുള്ളിൽ പോലീസ് മുഴുവനായിട്ട് നമ്മുടെ സൂര്യയുടെ വീട് ചുറ്റി വളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും ആർക്കും ആ ഒരു പേന കിട്ടാതിരിക്കാൻ ആ ഒരു പേന ദൂരത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ വേറെ ആരുടെ കയ്യിൽ ആ ഒരു പേന കിട്ടുന്നതായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു നോർമൽ ത്രില്ലർ അല്ല, എന്നാലും അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉള്ള നല്ലൊരു കഥയായിരുന്നില്ലേ? ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക, വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയില് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം.